നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഏടത്തി സത്യം പറയണം. ഞാൻ നിതീഷേട്ടന്റെ കൂടെയാണ് ഷൂട്ടിങ്ങിന് പോയതെന്ന് ആകെ അറിയായിരുന്നത് നമുക്ക് 3 പേർക്ക് മാത്രമായിരുന്നു. നിതീഷേട്ടനും എനിക്കും പിന്നെ ഏട്ടത്തിക്കും. അത് സുമിതേച്ചി എങ്ങനെ അറിഞ്ഞത്? ഞാനോ നിതീഷേട്ടനോ അതെന്തായാലും പറയില്ല. പിന്നെ സുമിതേച്ചിയോട് അതാര് പറഞ്ഞു എന്ന് എനിക്ക് അറിയണം. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഈ കൊടും ക്രൂരതയ്ക്ക് നീ നന്ദൂരം കൂടെ കൂട്ടിയല്ലേ? എന്നിട്ടിപ്പോ അതിന് പ്രത്യുപകാരായിട്ട് അവൾ നടത്തുന്ന കൊള്ളരുതാമയ്ക്കൊക്കെ നീ കൂട്ടു നിൽക്ക അല്ലേ? ഞാനത്ര പൊട്ടിയാണെന്ന് വിചാരിക്കരുത്. സനുവേടത്തി പറയാതെ സുമിതേച്ചി അത് അറിയില്ല. അയ്യോ നന്ദു, നീ എന്നെ വെറുതെ സംശയിക്കണ്ട. ഞാൻ ആ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. നോണ. പിന്നെ എങ്ങനെ സുമിതേച്ചി അത്ര ഉറപ്പോടെ ആ കാര്യം പറഞ്ഞു? നോക്ക് നന്ദു, കാലം പഴയതല്ല. നമുക്ക് ചുറ്റും AI ക്യാമറകൾ വരെയുണ്ട്. നിതീഷേട്ടന്റെ കൂടെ നീ കറങ്ങാൻ പോയത് പർദ്ദയിട്ടിട്ടൊന്നുമല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരെയും ആരൊക്കെ കണ്ടു കാണും? അന്ന് നീയും നിതീഷേട്ടനും കൂടെ ആ ഹോട്ടലിൽ പോയപ്പോ ജോസഫ് അങ്കിൾ കണ്ടതുപോലെ പരിചയക്കാരെങ്കിലും കണ്ടതായിക്കൂടെ? പോരെങ്കി സുമിതയടുത്തി അത്ര മണ്ടിയൊന്നുമല്ല. ഒന്നും ചേർത്ത് രണ്ടെന്ന് വായിക്കാനുള്ള കഴിവ് അവർക്കും ഉണ്ട്. അത് നീ ഓർക്കണം. നിതീഷേട്ടനുമായിട്ടുള്ള ഈ ഏർപ്പാട് അത്ര ശരിയാവില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അപ്പൊ നീ അത് കേട്ടില്ല. പകരം എന്നെ ഭീഷണിപ്പെടുത്തി നീ നിന്റെ കാര്യം നേടിയെടുത്തു. എന്നിട്ടിപ്പോ എന്തായി? മതി. എങ്ങോട്ടാ കത്തിക്കയറുന്നെന്ന് എനിക്ക് മനസ്സിലായി. നന്ദു, വെറുതെ എന്നെ നീ തെറ്റിദ്ധരിക്കണ്ട. ഞാനായിട്ടൊന്നും. നിങ്ങൾ ഉയ്യാരത്ത് കുടുംബക്കാർ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെന്റെ സ്വന്തം കൂടപ്പറപ്പ് കൂടി കൂട്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോ ഒരു ചെറിയ വിഷമം. അതിൽ കൂടുതൽ ഫീലിങ്സ് ഒന്നും എനിക്ക് ഇക്കാര്യത്തിലില്ല. എന്നെയും നിതീഷേട്ടനെയും തമ്മിൽ അകറ്റാൻ ആര് ശ്രമിച്ചാലും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിധിയേട്ടന്റെ ഭാര്യയായി നിലവിളക്കും പിടിച്ച് വലതുകാലം വെച്ച് ഒയ്യാരത്ത് കുടുംബത്തിന്റെ പടി ചവിട്ടാൻ പോകുന്നത് ഈ നന്ദിത തന്നെയായിരുന്നു. അതെന്റെ വാശിയാ. നോക്കിക്കോ. നിതീഷേട്ടന്റെ വാക്ക് കേട്ടിട്ടാണെങ്കി നീ വെറുതെ മനക്കോട്ട കെട്ടണ്ട നന്ദു. കാര്യം കഴിഞ്ഞ അങ്ങേര് പൊടിയും തട്ടി പോവും. ഒരു തന്തയില്ലാത്ത കുഞ്ഞുമായി ആജീവനാന്തം സ്വയം ശപിച്ച് ജീവിക്കേണ്ടി വരുന്നത് നീ തന്നെയായിരിക്കും. ഇതങ്ങോട്ട് പിടിപ്പിക്കും. കൈ വന്ന ചാൻസ് മിസ്സായി പോയതിന്റെ വിഷമവും നിരാശയും ഒക്കെ അങ്ങോട്ട് പോട്ടെ. ചാൻസ് അങ്ങനെ പൂർണ്ണമായി മിസ്സായി എന്ന് പറയാൻ പറ്റില്ല. ഇന്നലത്തെ ഒറ്റ രാത്രി അതൊന്നൊന്നര രാത്രിയായിരുന്നു. കുറച്ച് കള്ളൻ. എന്നിട്ടാണോ നിന്റെ ഇരിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കാര്യമൊന്നും നടന്നില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ അമ്പിയങ്ങളെ. ഒരു 2-3 ദിവസം അടിച്ചു പൊളിക്കാലോ എന്ന് മനസ്സിൽ കണക്കുകൂട്ടി പോയതാ. പക്ഷെ അത് ഒരു ദിവസത്തെ എൻജോയ്മെന്റിൽ ഒതുങ്ങിപ്പോയ പിന്നെ മനുഷ്യന് നിരാശയില്ലായിരിക്കും. ഇന്നലെ വൈകുന്നേരം ഷൂട്ടിംഗ് പാക്കപ്പ് ആയത് മുതൽ നന്ദിത നല്ല മൂഡിലായിരുന്നു. പിന്നെ നീ എന്ത് പറഞ്ഞാ കൊട വിട്ടുടച്ചത്? അതല്ലേ പറയുന്നത്. ഞാനൊന്നും ചെയ്തില്ലെങ്കില്. പിന്നെ എന്തിനാണ് അവള് പെട്ടിയും കിടക്കെ എടുത്ത് വീട്ടിൽ പോയത്? അവർക്ക് എന്തോ ഒരു മെസ്സേജ് വന്നു ആ സമയത്ത്. അതോടെ ആള് കയ്യിൽ നിന്ന് പോയി. നീ ഒന്ന് നന്നായി സ്നേഹിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നെ. ഞാൻ പരമാവധി സ്നേഹിച്ചു നോക്കി. ഏറ്റില്ല.
ചേച്ചിയുടെ എന്തോ മെസ്സേജ് വന്നെന്നോ ചേച്ചിക്ക് എന്തോ ഡൗട്ട് അടിച്ചെന്നോ ഒക്കെ പറഞ്ഞ ഒറ്റ പോകും. നേരാണോടാ? സുമിതയ്ക്ക് വല്ല സംശയം തോന്നി കാണുമോ? ഏയ് അങ്ങനെ വരാൻ ആരാ ആരാ? എന്താടാ ആരാ? ഇവനെവിടെ പോവാ? നിക്കടാ. എന്താടാ? എന്താ പ്രശ്നം? നമ്മൾ പറഞ്ഞതൊക്കെ ആരോ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയതായിരിക്കും. അല്ല, അവിടെ ആ പാതിലിക്കല് ഒരു നിഴല് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. താഴെ നിന്റെ അമ്മയും അച്ഛമ്മയും ഗിരിയും സുമിതയും മാത്രമേ ഉള്ളൂ. അച്ഛമ്മ എന്തായാലും ഈ പടി കയറി ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നില്ല. അച്ഛമ്മയല്ല, പിന്നെ പക്ഷെ വേറെ ആരോ സംസാരിക്കുന്നത് ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നം ആവില്ലടാ. അമ്മേ, പറയാൻ മറന്നു. ഉം, സനു അടുത്ത ആഴ്ച പോവാ എങ്ങോട്ട്? മിലാനിലേക്ക്. ആഹാ, ടിക്കറ്റ് മിസ്സാക്കി വന്നോ? വന്നു, അവര് മെയിൽ അയച്ചിട്ടുണ്ട്. ആ ശ്രീ, നാളെ ശ്രീ വരുമ്പോ ഒരു പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് വരാൻ മറക്കല്ല കേട്ടോ. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണോ മോളെ? അല്ലോച്ചാ, ഇവിടുന്ന് നേരെ മുംബൈ, പിന്നെ അവിടെ ഒന്നൊരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഡേ മിലാൻ. മുംബൈയിൽ ഇപ്പോ ഷോപ്പിങ്ങിനൊക്കെ സമയം കിട്ടുമായിരിക്കും അല്ലേ സനുമോളെ? എന്തിനാ അമ്മേ മുംബൈയിൽ ഷോപ്പിംഗ് ചെയ്യുന്നേ? ഇവളങ്ങ് മിലാനിലേക്കല്ലേ പോകുന്നേ? അമ്മയ്ക്ക് എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ അമ്മയൊരു ലിസ്റ്റ് കൊടുത്താൽ മതി. അവള് വരുമ്പോ മിലാനിന്ന് കൊണ്ടുവരുന്നേ. എത്ര ദിവസത്തെ പ്രോഗ്രാം അവിടെ? റിഹേഴ്സലും പ്രിപ്പറേഷൻസും കൂടി ഏകദേശം 1 വീക്ക് എടുക്കും. ഷോയും കഴിഞ്ഞ് എല്ലാം കൂടി ഒരു 10 ദിവസത്തിനകത്ത് തിരിച്ചു വരും. ഇവിടുന്ന് വേറെ ഒരുപാട് പേരുണ്ടോ മോളെ? ഇന്ത്യയിൽ നിന്ന് എല്ലാം കൂടി 3 പേരാച്ചാ ഉള്ളത്. അതിൽ സൗത്തിൽ നിന്ന് സെലക്ഷൻ കിട്ടിയത് എനിക്ക് മാത്രം. എന്തു വലിയ അവസരം നമ്മുടെ സാനിയെ തേടി വന്നിരിക്കുന്നത് അല്ലേ ചന്ദ്രേട്ടാ? അതെ അതെ, ഒക്കെ നന്നായി വരട്ടെ. കൈകടി. നീ ഇത്ര പെട്ടെന്ന് മതിയാക്കിയോ? ആ, എടുത്ത ഭക്ഷണം മുഴുവൻ ആ പ്ലേറ്റ് ഇരിക്കുകയാണല്ലോ. എന്തൊരു അഹങ്കാരം ഈ പെണ്ണ് കാണിക്കുന്നത്. തിന്നിട്ട് പോയാ മതി പോ. എന്തൊരു കഷ്ടാ ഇത്. എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ? ജയിലിൽ പോലും ഉണ്ടാവല്ലോ ഇതിനേക്കാളും സ്വാതന്ത്ര്യം. വേണ്ടെങ്കിൽ നിനക്ക് ആവശ്യത്തിന് എടുത്താ പോരായിരുന്നോ? എന്തിനാ വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നേ? ആ പോട്ടെ, ഒരു ദിവസം അവൾക്ക് വേണ്ടാന്ന് തോന്നിയെങ്കിൽ വേണ്ട. എന്തിനാ നിർബന്ധിക്കുന്നേ? നന്ദു ഒരാൾ വിചാരിച്ച എന്റെ ജീവിതം ഇപ്പോഴും നശിപ്പിക്കാൻ പറ്റും. ശ്രീയോ വീട്ടുകാരോ അറിയാതെ അബോഷൻ നടത്താൻ അന്ന് അവളെ ഞാൻ കൂട്ടുപിടിച്ചത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. എങ്ങനെയും നന്ദുവിനൊന്ന് സോപ്പിട്ട് സന്തോഷിപ്പിച്ച് നിർത്തിയേ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.